വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയുമായി CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. 2015 മുതൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വെച്ചിരുന്നു. ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെയാണ് സാർ നോക്കി കാണാൻ കഴിയുക? ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റിയ ആളാണല്ലോ. ഇപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചാർജും കൊടുക്കുന്നത്. ചീഫ് സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റിയതിനു ശേഷം മുഖ്യമന്ത്രി സ്റ്റാഫിനകത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ സേവനം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ രാജ്യത്തിനും കേരളത്തിനും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിനകത്ത് കുഴപ്പമുണ്ടെന്ന് കണ്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി പല അന്വേഷണങ്ങളും നടന്നത്. നേരത്തെ ഈ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടന്നു. IAS ഓഫീസർമാർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് നിന്ന് അന്വേഷണം ഞാൻ തന്നെ അന്വേഷിച്ച് ഞാൻ തന്നെ വിധി പറയുന്ന ശൈലിയാണല്ലോ. അല്ലെങ്കിൽ ഇപ്പം അഖിലെ ഒരു IAS കാരിയാണെങ്കിൽ ഞാനൊരു IAS കാരനാണെങ്കിൽ അതിനകത്ത് കുഴപ്പം വരുമ്പോൾ അഖിലയെ സഹായിക്കുന്ന ഒരു സമീപനമാണ് കാണാറുള്ളത്. അങ്ങനെ ചെയ്യാറുമുള്ളൂ. അതങ്ങനെ ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ ഇല്ലാത്തവർ അതിനകത്തോട്ട് നോക്കാറങ്ങ് പോകും. അപ്പൊ അതിനകത്ത് നല്ല രക്ഷപ്പെട്ട് രണ്ടാമത് വിജിലൻസ് അന്വേഷണം വന്നു. വിജിലൻസ് അന്വേഷണം IAS IPS മാർ അതിനകത്ത് വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ അന്ന് ജേക്കബ് തോമസ് ആയിരുന്നു അതിന്റെ ചാർജ്. എനിക്ക് വിജിലൻസ് ഡയറക്ടർ. അയാളെങ്ങാണ്ടി എന്നീയുടെ വീട് അളന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ വിവാദമായി. അവസാനം അതിനകത്തൊന്നും ഇയാൾക്ക് നമ്മൾ പറയത്തില്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പൊ രക്ഷപ്പെട്ടു. പിന്നെ ഈ ജോസ്മോൻ പുത്തമ്പുരയ്ക്കല്ലോ അങ്ങനെ കണ്ട് ഉള്ളൊരു അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്ന ഒരാളാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് കോടതിയിൽ കൊടുക്കുകയും വ്യക്തത വരുത്തി അതിന്റെ തെളിവുകൾ കൊടുക്കുകയും ഇന്നതുപോലെ അന്വേഷണത്തിന് പാകപ്പിഴ ഉണ്ടാവുന്നു ഇയാൾ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇയാൾക്ക് IAS ഉദ്യോഗസ്ഥന്മാരുടെയിലും അല്ലെങ്കിൽ മറ്റു വലിയ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഈ കേസുകളൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇതിന്റെ തെളിവുകൾ ഇതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തിയത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ വരുന്ന പണത്തിന്റെയൊക്കെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് വ്യക്തത വരുത്തി കോടതിയിൽ കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു കള്ളനാണ്, സംശയമുണ്ട്, ഇടപാടുകൾ പരിശോധിക്കണം, അതുകൊണ്ട് ഇതുവരെ നടന്ന ഇടപാടുകൾ സുതാര്യമല്ലെന്ന് പല രേഖകളും പരിശോധിക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് ഈ പറയുന്ന പരാതിക്കാരൻ പറയുന്നത് പോലെ വിജിലൻസ് അന്വേഷണവും അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവും ഒക്കെ പാകപ്പിഴയിലാണ്, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ വേണ്ട വിധത്തിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇത് CBI അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പൊ സമൂഹത്തിന് മൊത്തത്തിൽ ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സമൂഹം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളിനെ പറ്റി നേരത്തെ ആക്ഷേപമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആള് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ വിവിധ തലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വിജിലൻസിൽ ഒക്കെ പരാതിയുടെ വലിപ്പം കൊണ്ടാണല്ലോ അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പരാതിയുടെ വലിപ്പത്തിൽ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പെൻഷൻ പറ്റുമ്പോൾ ഇയാളെയൊക്കെ പിടിച്ച് വീണ്ടും അതിനെക്കാട്ടി ചീഫ് സെക്രട്ടറിയെക്കാട്ടിൽ വലിയ പദവികളുള്ള പോസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത് എന്തിന്? ഇത് ഒരുപക്ഷെ ഇനി ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങളൊക്കെ പുള്ളിയുടെ പുറത്ത് വൈരാഗ്യത്തോടുകൂടി കെട്ടിച്ചമച്ചതാണ്. അതുകൊണ്ട് സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനകത്തങ്ങ് വെച്ചതാണെന്ന് വിചാരിക്കാൻ പ്രാപ്തമാകത്തക്കോണമുള്ള തെളിവുകളൊന്നുമില്ല. മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സമൂഹത്തിൽ ഈ പറയുന്നത് പോലെയുള്ള അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ദുഷ്ടമായിട്ടുള്ള ദുഷ്ചിന്തകൾക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന മോശമായിട്ടുള്ള പോക്കുകൾക്കെതിരെയൊക്കെ പോരാടുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം നിൽക്കുന്ന ആൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിചാരമാണ് സമൂഹത്തിൽ ഇപ്പോഴും എല്ലാവർക്കും ഉള്ളത്. ആ സമയത്താണ് ഇയാളെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, പെൻഷനായിട്ട് പോകാൻ തോന്നുമ്പോൾ അയ്യോ ചേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വിളിച്ച് വീണ്ടും ഈ പറയുന്ന അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ഈ ശമ്പളവും 2-3 ലക്ഷം ശമ്പളവും കൊടുത്ത് പ്രതിരോധ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. അപ്പൊ ഇതിനകത്ത് ആൾക്കാർ സംശയിക്കുന്നതിന് കുറ്റമില്ല. ഇപ്പൊ പറയുന്നത് മോനും കൂടെ പോകുന്നു, പ്രിൻസിപ്പൽ മോനും കൂടെ അകത്തോട്ട് പോകാൻ പോകുന്നു. മകളുടെ ഇന്നലെ SFIയുടെ കേസ്, അതിനകത്ത് കമ്പനി കൊടുത്തോ കമ്പനി കൊടുത്തില്ലയോ ആ കേസ് വന്നിട്ടുണ്ടല്ലോ ഇന്നലെ. ഇപ്പം SFIയുടെ കയ്യിൽ നിന്ന് ആ കമ്പനിയുമായിട്ട് SFI കണ്ടെത്തിയിരിക്കുന്ന എന്താണ്? അവര് മേടിച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, ഈ ഇടപാടിനകത്ത് സുതാര്യത ഇല്ലാത്തത് കൊണ്ടാണല്ലോ SFIക്കകത്ത് വരുന്ന പരാതിക്കകത്ത് കേസെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഈ പറയുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ CPMന്റെ
സെക്രട്ടറി ഗോവിന്ദൻ മാഷോ ഒക്കെ പറയുന്നത് പോലെ രണ്ട് കമ്പനികൾ ഒരു കമ്പനിയുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി കരാറിൽ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യം നോക്കിയെന്ന് കണ്ട് അവർക്ക് പൈസ കൊടുക്കുന്നതിനകത്ത് അങ്ങനെ പൈസ കൊടുക്കാൻ നിയമമുള്ള ഈ രാജ്യത്ത് ഈ പറയുന്നതിനകത്ത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു വലിയ ഏജൻസി, അതായത് SFI പോലുള്ള ഒരു വലിയ ഏജൻസി എന്തിനാണ് കേസെടുക്കുന്നത്? അതെന്ന് ആൾക്കാർ ചോദിക്കാൻ, അങ്ങനത്തെ ചോദ്യത്തിന് തന്റെ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അപ്പൊ അതിനകത്ത് സുതാര്യതയില്ലാതെ വന്നു, എന്തൊക്കെയോ അഴിമതി ഉണ്ട്, അഴിമതിക്ക് വ്യക്തത വന്നു. അതുകൊണ്ടാണല്ലോ ഇന്നലെ കൊണ്ടുവന്ന് വിചാരണ കോടതി സെക്ഷൻ 7 അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി നമ്പർ 7 കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇന്നലെ കേസിന് നമ്പർ ഇടണം, സമൻസ് അയക്കണം, 11 പ്രതികളുണ്ട്. അതിനകത്ത് ഏതാണ്ട് 9ാമത്തെ പ്രതിയാണ് ഈ വീണ വിജയൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇതിനകത്ത് ഇവരെത്ര വ്യക്തത വരുത്തി കൊടുക്കുമ്പോഴും ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പോലും ഇത്തരത്തിൽ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. വീണ വിജയൻ എന്ന് പറയുന്ന ആൾ ഒരു കമ്പനി നടത്താൻ അല്ലെങ്കിൽ കമ്പനി നടത്തണം, നടത്തിക്കോട്ടെ, മറ്റൊരു കമ്പനിയുമായിട്ട് അവർ കരാറിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഉണ്ടല്ലോ, കമ്പനികൾ തമ്മിൽ കരാറിൽ ഏർപ്പെടാം. അവർക്ക് വേണ്ടി ചില ജോലികൾ ചെയ്തു കൊടുക്കുന്നു. അതാണല്ലോ കമ്പനിയുടെ ജോലികൾ ചെയ്തു കൊടുക്കുന്നതിന് മറ്റവർ പൈസ കൊടുക്കുന്നു. പൈസ കൊടുക്കണമല്ലോ. പക്ഷേ അതിനകത്ത് എന്താണ് പ്രശ്നം? അതിനകത്ത് എങ്ങനെയാണ് കേസെടുക്കാൻ പറ്റുന്നത്? അതിനകത്ത് കേസെടുക്കണമെന്നും പറയുന്ന ആക്ഷേപം വരുന്നത് എങ്ങനെയാണ്? ആ ആക്ഷേപം വരണമെങ്കിൽ ചുമ്മാ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കണ്ണടച്ചൊന്നും ആരും ഇരുട്ടാക്കിയാൽ ഇരുട്ടാവത്തില്ല. ഈ പറയുന്ന ഏബ്രഹാം കുഴപ്പക്കാരനാണ് അന്ന് ആണെങ്കിൽ അയാളെ എന്തിനാ വീണ്ടും വിളിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൊടുത്തത്? കുഴപ്പക്കാർ വരാം, ശരി, ഉദ്യോഗസ്ഥന്മാരൊക്കെ കുഴപ്പക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ വിജിലൻസ് പിടിക്കുന്നത്, കൈക്കൂലി മേടിക്കുന്നവന്, അല്ലെങ്കിൽ IAS എത്രയോ പേര് അഴിമതിക്കാരുണ്ട്, അങ്ങനെ കുഴപ്പക്കാരുണ്ട്. പക്ഷെ കുഴപ്പക്കാരെല്ലാം കൂടെ അങ്ങനെ മുഖ്യമന്ത്രി ഓഫീസിലോട്ട് വരുന്നു. അല്ലെങ്കിൽ ഈ കുഴപ്പക്കാരൻ എന്ന് കാണുന്നവനെ കുഴപ്പമെന്ന് കണ്ട് അവന്റെ പേരിൽ പല അന്വേഷണം നടത്തുന്നവനെ അവൻ പെൻഷനായി പോകാൻ പോലും ഈ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ജനം ചോദ്യം ചെയ്യാൽ എന്താണ് മറുപടി? ഇയാളെ എന്തിന് വീണ്ടും ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയാളെ? ഇയാൾ ഒരു കുഴപ്പക്കാരനുമല്ല, ഇയാൾ ഒരു ആരോപണ വിധേയനാണോ? അങ്ങനെ ആരോപണ വിധേയനായിട്ടുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരമല്ലേ? അല്ലെങ്കിൽ ആ ആരോപണത്തിന് മറുപടി പറയേണ്ട രീതിയിലേക്ക് എന്തിനാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്നത്? അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട്. ആൾക്കാർ സംശയിക്കുന്നതിനകത്ത് നമുക്ക് തെറ്റ് പറയാനൊക്കത്തില്ല. ഏതായാലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI അന്വേഷണം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാൾ നടത്തിയ അഴിമതി, ഇയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ വന്ന പണം, അല്ലെങ്കിൽ ഇയാൾ നടത്തിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇയാൾ 2015-14 കാലയളവിൽ ഇയാൾ ഉദ്യോഗസ്ഥനായിട്ടിരുന്നിട്ട് നടത്തിയ അഴിമതി, അല്ലെങ്കിൽ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത്, ഇതിന്റെ എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വിവരം എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനം സംശയിക്കുന്നതിന് കുറ്റം പറയുന്ന രീതിയിൽ നമ്മൾ ഭരണാധികാരികൾ നിന്നു കൊടുക്കുന്നത് തെറ്റാണ്. ഇതേ രീതിയിലുള്ള ആരോപണം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും പല ഭരണാധികാരികൾക്കെതിരെയും ഒന്നും ഇതുപോലുള്ള ആരോപണം ഉണ്ടാകുന്നില്ലല്ലോ. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് പോലെ തന്നെ കൊണ്ടുവരുന്നവർ തന്നെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയിലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവനെ ഈ പറയുന്ന ജനങ്ങൾ പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പം അതെന്താ അതിനകത്തൊരു വ്യത്യാസം വരുന്നത്? അതായത് സത്യസന്ധമായിട്ട് നടക്കുന്നവർക്കെതിരെ എന്ത് ആരോപണം വന്നാലും അത് ജനം അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയില്ല. ഇപ്പൊ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ ഇയാളോ കുറ്റക്കാരനാണെന്നൊന്നും എനിക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ട് വീണയ്ക്കെതിരെ കേസ് വരുന്നു? എന്തുകൊണ്ട് ജേക്കബ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് എബ്രഹാമിനെതിരെ കേസ് വരുന്നു? എന്തുകൊണ്ട് ഈ അഴിമതിക്കാരെല്ലാം പിണറായിയുടെ ഓഫീസിലേക്ക് വരുന്നു എന്ന് ജനം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ട് ഇയാൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ കൃത്യതയില്ലാത്തതെന്ന് കോടതി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ ചോദ്യങ്ങൾ ആണ് ജനം നിങ്ങളോട് ചോദിക്കുന്നത്. ഏതായാലും പിണറായി വിജയന്റെ മകൾ അഴിയെണ്ണാൻ പോകുന്നു. അതിന്റെ കൂടെ പിണറായി വിജയന്റെ പുന്നാരമോൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മോൻ ഈ പറയുന്നത് ഏബ്രഹാമും അഴിയെണ്ണാൻ പോകുന്നു എന്നാണ് ഇപ്പം ജനത്തിന്റെ ഇടയിലെ സംസാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.